സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തെ തൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഉറവയുമായി ബന്ധിപ്പിക്കുകയും സുകൃതം ചെയ്ത ചില മനുഷ്യർക്ക് മാത്രം ഭൂമിയിൽ കിട്ടുന്ന ദീർഘായുസ്, തൻ്റെ തലമുറകളെ കാണാനുള്ള സൗഭാഗ്യം, അവർ കിരീടം ചൂടുന്ന കാഴ്ചകൾ കാണാനുള്ള ഐശ്വര്യപൂർണമായ മുഹൂർത്തത്തിന് സാക്ഷിയാകാനുള്ള ഭാഗ്യം, സമ്പത്ത്, ദൈവകൃപ, തങ്ങൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റു മനുഷ്യരാൽ തങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം, ഇതൊക്കെ ഒരു മനുഷ്യനോട് ദൈവത്തിന് പ്രത്യേകാൽ തോന്നുന്ന പ്രീതിയുടെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. എത്ര ഹതഭാഗ്യന്മാരായ വ്യക്തികളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു ദൈവിക സ്പർശനം ഒരു നിശ്ചിത കാലപരിധിക്ക് ശേഷം വെളിപ്പെട്ട് വരാറുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ കരസ്പർശത്താൽ ഉളവാകുന്ന അനുഗ്രഹത്തിലേക്ക് 2024 ഈ പ്രാരംഭ മാസത്തിൽ കർത്താവ് ചിലരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി ദൈവം താൻ നമുക്ക് വേണ്ടി ചൊരിയുന്ന ചില നിത്യാനുഗ്രഹങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ശുശ്രൂഷയിലെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കേട്ടുപോകാതെ ഇതൊന്ന് ജീവിതത്തിലേക്കൊന്ന് വന്നു ചേർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹമാണ് അനുഗ്രഹങ്ങളെ തുറക്കുന്ന താക്കോലെന്ന് പിന്നെയും ഒരു വട്ടം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള യാക്കോബിന്റെ നിർബന്ധമാണ് അദ്ദേഹത്തെ അനുഗ്രഹീതനാക്കി മാറ്റിയത്. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കുകയും എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം വ്യസനമാകാതെ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമെന്നുള്ള എബ്ബസിന്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ അനുഗ്രഹീതനാക്കി മാറ്റിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ചിലരെ തേടി വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർ അതിനെ ഫോളോ ചെയ്ത് ശക്തമായി അതിനെ ആഗ്രഹിച്ച് പിടിച്ചു വാങ്ങുന്ന അവസ്ഥയും നമുക്ക് ബൈബിൾ വഴികളിൽ കാണാൻ പറ്റും. രണ്ടിലേതായാലും അനുഗ്രഹീതരായി തീരണം. അതാണ് പറഞ്ഞതിൻ്റെ സാരാംശം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന ഈ പുതിയ പകലിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഇനി ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതായ ഒരു തിരുവെഴുത്തിനെ ആധാരമാക്കി കഴിഞ്ഞ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതിൻ്റെ അല്പം കൂടെ വിശാലമായ ഒരു വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നാം കാണാൻ പോകുന്നത്. 132 സങ്കീർത്തനത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ളതായ വചനങ്ങൾ ഒന്ന് കേൾക്കുക. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും ദൈവത്തിന് ഒരേപോലെ ഇഷ്ടമല്ല എന്നതാണ് സത്യം. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് പ്രത്യേകമായി ചിലരോട് പ്രീതിയും വാത്സല്യവും തോന്നാറുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയ പ്രസാദം ചിലർക്ക് മാത്രം ലഭിക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന മനുഷ്യരെ ലോകത്താര് നോക്കിയാലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ ഏത് തകർച്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് വരികയും ചെയ്യും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും ആ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നത് അടിവരയിടപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും സിറ്റുവേഷൻസും എന്തായാലും അത് വേഗം മാറുകയും പുതുതൊന്നിലേക്ക് നിങ്ങൾ വേഗം പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യഹോവ സിയോനെ ഇച്ഛിക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മളും വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തേടി നാം കുറേ നടക്കാറുണ്ട്. അതിനുശേഷമാണ് നമ്മളൊരു ഭവനത്തിനുള്ളതായ കാര്യാദികൾ ക്രമീകരിക്കുന്നത്. ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടിയാൽ പിന്നെ അവിടെ ഇഷ്ടപ്പെട്ടൊരു വീട്, അതിനകത്ത് സ്വപ്നം കണ്ട പോലൊരു ജീവിതം, ഇതാണ് സാധാരണ കണ്ടുവരാറുള്ളൊരു പാറ്റേൺ. ദൈവം സിയോനെ ഇച്ഛിച്ചു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കി തിരഞ്ഞെടുത്തു. സിയോനോട് ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിലും സിയോൻ യുദ്ധമുഖവും സംഘർഷഭരിതവുമായ ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഇന്നും തുടരുന്നത്. എന്നാൽ ദൈവം അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, മറന്നു കളഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാതാര വൃന്ദങ്ങൾ പതിഞ്ഞ ആ മണ്ണ്, യേശുവിൻ്റെ തിരുരക്തം വീണതായ അതിൻ്റെ പരിസരങ്ങൾ ഇന്നും ദൈവത്തിൻ്റെ ഇഷ്ട നിവാസങ്ങളുടെ ഗണത്തിൽ മുഖ്യധാരയിൽ തന്നെ ഉൾപ്പെടുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമിയിൽ ചില പ്രത്യേക സ്ഥലത്ത് ചില പ്രത്യേകമായ വളർച്ചയും അതിവേഗതയിലുള്ള വികാസവും നമുക്ക് കാണാൻ കഴിയും. വേറെ ചില സ്ഥലത്ത് എത്ര കണ്ട് നല്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നോക്കിയാലും അത് ഗതി പിടിക്കത്തില്ല, അത് മുടിയുന്നതാണ് കാണുന്നത്.
വേറെ ചിലയിടത്ത് നമ്മൾ കാല് നട്ടാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അവിടെ അതിനെ ലൊക്കേറ്റ് ചെയ്താൽ അവിടെ ശക്തമായൊരു ഉന്നമനം കിട്ടത്തില്ല. അത് മുരഞ്ഞു നിൽക്കുന്ന ഒരു തളർച്ചയേറ്റതായ ഒരു സാഹചര്യം നമുക്കവിടെ ദർശിക്കാൻ കഴിയും. എന്നാൽ യേശു പറഞ്ഞ മണ്ണിൻ്റെ വിധകാരൻ്റെയും ഒക്കെ ഉപമകളുമായി ബന്ധപ്പെട്ട് വഴിയ സൈഡ്, പാറക്കൂട്ടം, മുൾപടർപ്പ്, നല്ല മണ്ണ് എന്നിങ്ങനെ 4 കാറ്റഗറിയിലായിട്ട് കർത്താവ് വചനം കേൾക്കുന്നവരുടെ ഹൃദയാവസ്ഥകളെ വിവരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ അവന് ഉയർച്ചയും വിജയവും സാമ്പത്തിക കരുത്തും കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ നിയമിക്കപ്പെട്ട സ്ഥലത്തേക്ക് ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോയാലേ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഭൂമിയിൽ നിങ്ങൾ ജനിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് മാതാപിതാക്കളായിട്ട് 2 പേരെ നിയമിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ദൈവം കൃത്യമായിട്ടൊരു ജീവിത പങ്കാളിയെ നിയമിച്ചു. നിങ്ങളിലൂടെ ജനിക്കേണ്ട തലമുറകളെ ദൈവം നിയമിച്ചു തന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ആഹാരവും ദൈവം ഒരുക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടതായ ആയുഷ്കാലവും ദൈവം ഒരുക്കിയിട്ടുള്ളതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മുൻ പദ്ധതിയിൽ നിങ്ങൾ ജീവിക്കേണ്ട സ്ഥലവും വീടും വരെ ദൈവം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഒരുപാട് പേർ തങ്ങളുടെ അശ്രദ്ധമായ ജീവിത നടപടിക്രമങ്ങൾക്കകത്ത് പട്ടുപോകുന്നത് കൊണ്ട് ദൈവം തങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ളതായ ആ അനുഗ്രഹത്തിലേക്ക് അവർക്ക് ഒരു വിധത്തിലും കടക്കാൻ കഴിയത്തില്ല. ദൈവം താൻ മുൻ നിയമനം ചെയ്ത് അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ അത് കണ്ടെത്താനുള്ള വല്ലാത്തൊരു ത്വര നമ്മുടെ അകത്തുണ്ടായിരിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. അതുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എത്രയോ പേർ ദൈവത്താൽ വിളിക്കപ്പെടുന്നു, അവരെല്ലാം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ ഏതാണെന്ന് അവർക്ക് ഇന്നേ വരെ മനസ്സിലാക്കാൻ കഴിയുകയോ അതിനനുസൃതമായിട്ട് തങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ അവർ തയ്യാറാകുകയോ ചെയ്യാത്തതിൻ്റെ പേരിലാണ് അവർ കിടന്ന് ഇങ്ങനെ വലയുന്നത്. പിന്നെ ദൈവത്തെ കൊണ്ട് ഒരു കാര്യവും അസാധ്യമല്ല എന്നത് കൊണ്ട് തന്നെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വഴി ഒരുക്കും, എനിക്ക് വേണ്ടത് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിളിയോടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോടും ദൈവത്തിൻ്റെ അഭിഷേകത്തോടും ഏറ്റവും ശക്തമായ നിലയിൽ പ്രതികരിക്കുക എന്നുള്ളതായ ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകണമെന്നത് നിരവധി സംഭവങ്ങളുടെയും നിരവധി തിരുവെഴുത്തുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കാൻ ഇറങ്ങി വരുമ്പോൾ പലരും അസാധ്യമെന്ന നിലയിൽ ചിന്തിക്കുകയും അലസന്മാരെ പോലെ നോക്കിയിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാനോ വിജയം കൈവരിക്കാനോ കഴിയത്തില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു കൂടി പോകും. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളതായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെയും ജീവിത സമാധാനത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെയും ലൈഫ് അവരുടെ ലൈഫിൽ അവർക്ക് ഒരു കിട്ടാക്കഞ്ഞി മാത്രമായിരിക്കും. ഇത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, കർത്താവ് ഒരുക്കിയിരിക്കുന്നതുമായി തങ്ങളെ തന്നെ ട്യൂൺ ചെയ്ത് കൊടുക്കാത്തതിനാലാണ് മറ്റു പലർക്കും ഇത് ലഭിക്കാതെ പോകുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കനുസൃതമായി ഒരു വ്യക്തി തന്നെ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാടണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ഉപവസിക്കണം ഇതാണോ? ഒരിക്കലുമല്ല. അത് ഒരു വ്യക്തിയുടെ ദൈവിക ബന്ധങ്ങളുടെ താക്കോലാണ്. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവുമായി ഉത്തമമായ ഒരു ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അനുദിനം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സഞ്ചരിക്കുന്നൊരു നിലയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ അവർ സംവിധാനം ചെയ്യുകയും അതിൻ്റെ ഒപ്പം ഉന്നതമായ സ്വപ്നങ്ങൾ കാണുകയും ആഗ്രഹങ്ങൾ മനസ്സിൽ നട്ടുപിടിപ്പിക്കുകയും വലിയ വിശ്വാസത്തോടും ശുഭപ്രതീക്ഷയോടും കൂടെ തങ്ങൾക്കൊരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് കൂടിയും ദൈവം തങ്ങളെ ഉപയോഗിക്കുമെന്നുള്ള ഉന്നതമായ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ കർത്താവിനെ വിശ്വസിച്ച് നാം ഫോളോ ചെയ്യുകയും വേണം. മോശയെക്കുറിച്ച് ബൈബിൾ പറയുന്നു, അദൃശ്യനായ ദൈവത്തെ താൻ കണ്ടിട്ടില്ല. പക്ഷേ അദൃശ്യനായ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ മോശ വിശ്വസിച്ചുറച്ചു നിന്നു. അപ്പോൾ ദൈവം എപ്പോഴും വിശ്വാസത്തിൻ്റെ ഈ ഒരു സമീപനം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ യെരൂശലേമിനെ ദൈവം തൻ്റെ ഇഷ്ടനിവാസമായി തിരഞ്ഞെടുത്തതുപോലെ തൻ്റെ വിശിഷ്ട പദ്ധതികൾക്ക് വേണ്ടി ദൈവം താൻ പ്രത്യേകം ആഗ്രഹിച്ച് തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു അവസരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇന്നത്തെ ദൂതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു. ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എന്നെക്കുറിച്ച് കർത്താവിന് വളരെ
സവിശേഷത നിറഞ്ഞ ഒരു പ്ലാനുണ്ട്. എൻ്റെ ജീവിതം മറ്റുള്ള പലരുടെയും ലൈഫിനെ പോലെ ആയിരിക്കത്തില്ല. അത് പ്രത്യേക ദൈവിക പരിഗണനയാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായിരിക്കും. മറ്റുള്ളവരെ പോലെ നിങ്ങൾ ക്ലേശങ്ങളിൽ അകപ്പെടുമ്പോഴും നിങ്ങൾ അത് ഒരുപാട് കാലം സഹിക്കുകയോ അതിനകത്ത് കിടന്ന് നട്ടംതിരിയുകയോ ചെയ്യേണ്ടതായി വരില്ല. അതിവേഗം നിങ്ങൾക്ക് വേണ്ടതായ വഴികൾ തുറന്നു വരും. ശത്രുവിനെ നിങ്ങളെ ഒരുപാട് കാലം ഉപദ്രവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ അതിരുന്ന് വേരിറങ്ങാൻ കർത്താവ് നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. എവിടെയും തൻ്റെ ഒരു സ്പെഷ്യൽ ഫേവർ നിങ്ങളെ കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. സിയോനെ യഹോവ തൻ്റെ വാസസ്ഥലമായി ആഗ്രഹിച്ചു എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ദൈവം ആഗ്രഹിച്ചു, അതെനിക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ തൻ്റേതാണ് എന്നാൽ തന്നെയും ദൈവത്തിൻ്റെ ഉള്ളിൽ അതിനോടൊരു ആഗ്രഹമുണ്ടായി. ദൈവം ചില മനുഷ്യരെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഭൂമിയിൽ. അവരുടെ ജീവിതവും അവരുടെ സമയവും എനിക്ക് തന്നിരുന്നെങ്കിലെന്ന്. നിങ്ങളെ നോക്കി ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണമെന്ന്, നിങ്ങളുടെ ഈ ഒരു ജീവിതകാലം തൻ്റെ ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ആഗ്രഹമുണ്ടോ? അത് കണ്ടെത്തുക. 2, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ദൈവം അതിനെ ആഗ്രഹിച്ചു. അടുത്തത്, അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും. കണ്ടോ, ദൈവം അതിനെ ഇഷ്ടപ്പെട്ടു എന്നത് തന്നെ ഇവിടെ കാണുന്നു. എൻ്റെ വിശ്രാമമായിരിക്കും അത്. 2024 നമ്മുടെ വീട് എങ്ങനായിരിക്കണം എന്നതിനെ ചൊല്ലി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രധാനമായും ഈ തിരുവെഴുത്തുകൾ അതിൻ്റെ ഉത്തരം നൽകുകയാണ്. നമ്പർ 1, ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം പോലെ നിങ്ങളുടെ വീട് മാറണം. ഞാനതിനെ തിരഞ്ഞെടുത്തു, ഞാനതിൽ വസിക്കും എന്ന് കർത്താവ് നമ്മളെ വീടിനെ കുറിച്ച് പറയണം, വന്ന് താമസിക്കണം. സക്കായി യേശുവിനെ കാണാൻ അത്തിയുടെ മീതെ കയറി. യേശു വന്ന് താഴെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുകയാണ്. യേശുവിന് അന്തി ഉറങ്ങാൻ, ദൈവത്തിന് വസിപ്പാൻ ഇഷ്ടമുള്ള ഒരു ഇടമായി നമ്മുടെ ഗ്രഹങ്ങളെ എങ്ങനെ മാറ്റാം, ഇതേക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം 24 മണിക്കൂറും ഫിക്സ് ചെയ്ത് നിർത്താൻ കഴിയുന്നത്? അങ്ങനെയാണ്. ഇത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഒരു ആൻസർ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ന്യൂ ഇയർ 1-ാം തീയതി ഞാനൊരു ഭവനത്തിൽ എന്നെ അവർ ക്ഷണിച്ചതിന് പ്രകാരം പ്രാർത്ഥിക്കാനായി ചെന്നു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ചുറ്റിലും ആ വീടിൻ്റെ അകത്തും ഞങ്ങളുടെ ചർച്ചിലെ ആത്മീക ആരാധന പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേൾവിയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അതിപ്രസരം എനിക്കവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു. ആ വീടും അതിൻ്റെ പരിസരവും കംപ്ലീറ്റ് ദൈവ സാന്നിധ്യത്താൽ വലയം ചെയ്തിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, തൻ്റെ നാമം ഉയർത്തുന്നിടത്ത് അവിടുന്ന് വന്ന് വാസം ചെയ്യും. ഒരാമേൻ പറയണം. തൻ്റെ നാമം ഉയർത്തുന്ന ഇടത്ത് അവിടുന്ന് വന്ന് വാസം ചെയ്യും. 24 മണിക്കൂറും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന മനുഷ്യർ വസിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം റിവീൽ ചെയ്ത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന നിലയിൽ തൻ്റെ ഗ്ലോറി വെളിപ്പെടുമെന്നത് നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. വൃത്തിയും വെടിപ്പും ഉള്ള ഒരു സ്ഥലത്ത് നിരന്തര സ്തുതികൾക്കൊരു അന്തരീക്ഷം ഒരുക്കിയാൽ ആ സ്ഥലത്ത് വന്നു കയറുന്ന മനുഷ്യർ വ്യക്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുകയും കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപിരിയാത്ത ഒരു സ്ഥലമായി അങ്ങനെയുള്ള ഇടങ്ങൾ മാറുകയും ചെയ്യും. ഇസ്രയേലിലെ യെരൂശലേമിനെ അല്ലെങ്കിൽ സിയോനെ എന്തുകൊണ്ട് ദൈവം തൻ്റെ വിശുദ്ധ നിവാസമായി ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ ഇടതടവില്ലാതെ യഹോവയായ ദൈവത്തിൻ്റെ നാമധേയത്വത്തിൽ പണിത ആരാധനാലയത്തിൽ നിന്ന് ഇസ്രയേലിൻ്റെ പരിശുദ്ധന് സ്തുതികളും ആരാധനകളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ഒരു സ്വർഗമായി അത് മാറി. എങ്ങനെയാണ് നമ്മൾ വസിക്കുന്ന വീട് സ്വർഗമാകുന്നത്? അവിടെ നിരന്തര സ്തുതികൾ ഉയരുന്നതിനാലാണ്. 2, ദൈവവചനത്തിൻ്റെ ശബ്ദത്തിലുള്ള പാരായണം. മൗനമായിട്ട് ബൈബിൾ വായിക്കുന്നവരുണ്ട്, വെറും അക്ഷരങ്ങളായിട്ട് മാത്രം ബൈബിൾ വായിക്കുന്നവരുണ്ട്. എന്നാൽ അതിലെ ആത്മസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
ഒരു വ്യക്തി വാ തുറന്ന് ശബ്ദമുയർത്തി ചുവരുകൾ അന്തരീക്ഷം കേൾക്കെ ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ അവർ വസിക്കുന്ന സ്ഥലത്തെ ഇരുട്ട് മാറിപ്പോകും. ഭൂതബാധയുള്ള വീടുകളിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ആത്മഹത്യാ പ്രേരണയും പാരമ്പര്യവുമുള്ള കുടുംബങ്ങളെ വിടുവിച്ചെടുക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. രാത്രിയിൽ ഭയപ്പാടുണ്ടാകുന്ന മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങൾ, കട്ടിലിൽ കിടക്കുന്നവർ പേടിച്ച് കരയുകയും പലവിധമുള്ള സാത്താന്യ ആക്രമണങ്ങൾ രാത്രിയിൽ തങ്ങളെ അലട്ടുകയും ചെയ്യുന്ന നിലയിലുള്ള വലിയ വിഷയങ്ങൾ നേരിടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെന്നെ കേൾക്കുന്നു. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വസിക്കുന്നിടത്ത് 24 മണിക്കൂറും കർത്താവിന് സ്തുതി അർപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ മ്യൂസിക് ഉപകരണങ്ങളും തയ്യാറാകണം. 2, ദൈവത്തിൻ്റെ വചനം എപ്പോഴും അവിടെ ഉരുവിടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനും നിങ്ങൾ തയ്യാറാകണം. ശബ്ദത്തെ ആരാധനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ, ശ്രദ്ധിച്ച് കേൾക്കണ ഈ കാര്യം, ശബ്ദത്തെ, നമ്മുടെ പരിസരത്തെ നിശബ്ദതയെ, ഒരു കാക്ക കരയുമ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് ആ നിശബ്ദത ഭേദിക്കപ്പെടും. ഒരു നായ കുരയ്ക്കുമ്പോൾ ആ നായയുടെ കുര കൊണ്ട് ആ ശബ്ദം, നിശബ്ദത ബ്രേക്കാവും. നമ്മളുടെ ഭവനം ഇരിക്കുന്ന സ്ഥലത്തെ നിശബ്ദതയെ ശക്തമായ ദൈവസ്തുതികളാൽ, ആത്മീക കീർത്തനങ്ങളാൽ, ദൈവവചനത്താൽ, അന്യഭാഷയിലുള്ള പ്രാർത്ഥനകളാൽ നമ്മൾ ആ അന്തരീക്ഷത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ നിങ്ങൾ വസിക്കുന്ന ഇടം ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് അത് വേദിയായിത്തീരും. വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് വലിയ ഉച്ചത്തിലുള്ള വാദ്യഘോഷങ്ങൾ, ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, അങ്ങനെയുള്ളതായ ശബ്ദമുള്ളതായ വാദ്യോപകരണങ്ങൾ, ഇതര മുസ്ലിം ദേവാലയങ്ങളിൽ നിന്ന് വാങ്കുവിളികൾ, ഇങ്ങനെയുള്ളതായ പല വിധത്തിലുള്ളതായ വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്ന് അതാത് ആരാധനാ സമ്പ്രദായവുമായി ചേർന്ന വലിയ ശബ്ദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ അവർ വലിയ തോതിൽ മുഴക്കുന്നതിൻ്റെ പുറകിൽ എന്താണ് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങൾ ഉപാസിക്കുന്ന ഉപാസനാമൂർത്തിയുടെ ചൈതന്യം അവരുടെ ആരാധനാലയവുമായി ബന്ധപ്പെടുത്തി എപ്പോഴും നിലനിൽക്കണം എന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ കാഴ്ചപ്പാടോടുകൂടി കാര്യം ചെയ്യുന്നത്. ഒരു ദൈവ പൈതൽ താനായിരിക്കുന്നിടത്തെ അന്തരീക്ഷത്തെ മറ്റ് ശബ്ദകോലാഹലങ്ങളാൽ പൊല്യൂട്ടഡ് ആകാൻ വിട്ടുകൊടുക്കാതെ നിങ്ങൾ സ്തുതികളാലും സ്തോത്രങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടിയും ദൈവത്തിന് മഹത്വം കരയറ്റിയും കൊണ്ട് വചനത്താലും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളാലും നിങ്ങളുടെ അന്തരീക്ഷത്തെ നിങ്ങൾ അലങ്കരിച്ചാൽ നിങ്ങൾ വസിക്കുന്ന ഇടം അത്യുന്നതന്റെ നിവാസം ആയിത്തീരും എന്ന കാഴ്ച നിങ്ങൾ കാണുകയും നിങ്ങളത് തിരിച്ചറിയുകയും ചെയ്യും. ഈ 14-ാം വചനം പറയുന്നത് ദൈവം അവിടെ വസിക്കും. ഞാൻ എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും. പുതുതായിട്ട് വീട് പണിയുന്നവരോട് ഞാൻ പറയാം, നിശ്ചയമായിട്ട് നിങ്ങളുടെ വീടിനകത്തൊരു പ്രാർത്ഥനാമുറി ഉണ്ടായിരിക്കണം. അല്ലാതെ ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു പരിപാടിയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ഇതിനൊരു ഇടമുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമം. അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ അവിടെ വസിക്കും. 15-ാമത്തെ വചനമാണ് ഇനിയും കേൾക്കേണ്ടത്. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. കേൾക്കുന്നതാ പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭക്ഷണ മേശയിൽ അതിന് മാറ്റം കാണും. നിങ്ങളുടെ അടുക്കളയിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയ മണ്ഡലങ്ങളിൽ അതിന് മാറ്റം ഉണ്ടാവും. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നിടത്ത് രാജകീയതയാണ് ഉണ്ടാകുന്നത്. അവിടെ ദാരിദ്ര്യമോ ഇല്ലായ്മയോ ശൂന്യതയോ ഉണ്ടാകുകയില്ല. അവിടെ വർധനവാണ്. പച്ചവെള്ളങ്ങൾ അവിടെ വീഞ്ഞാകും. അപ്പം അവിടെ വർദ്ധിക്കപ്പെടും. ക്ഷാമം നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും നിങ്ങളുടെ പുരയ്ക്കകത്ത് അത് കയറി വരാൻ ക്ഷാമത്തിന് കഴിയത്തില്ല. ക്ഷാമം തീരുവോളം കലത്തിലെ മാവ് കുറയുകയോ കലശത്തിലെ എണ്ണ വറ്റിപ്പോവുകയോ ഇല്ല. ഇത് ഒരു ദൈവ പ്രവൃത്തിയാണ്. തൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്ത് വസിക്കുന്ന മനുഷ്യർക്ക് ദൈവം തുറന്നു നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക്. എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ
കാലങ്ങൾ കഴിഞ്ഞിട്ടും കടബാധ്യത ഒഴിയാത്തവരിന്ന് രാവിലെ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരുന്നു. നിന്റെ വീട് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ദൈവത്തെ സ്തുതിക്കുന്ന ഒരിടമായി മാറ്റിയാൽ അതിനകത്ത് ഈ മഹത്വം ചലിക്കുന്നത് കാണാം. അടുത്തത്, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. ദാരിദ്ര്യത്തെ തീർക്കുന്ന സാധനത്തിൻ്റെ പേരാണ് അപ്പം. പട്ടിണി ഇല്ലാതാക്കുന്ന ആഹാരമാണെങ്കിൽ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്ന അപ്പം അവിടെ ദൈവം പകരുകയും ദാരിദ്ര്യത്തിന് പകരം തൃപ്തിയെ കർത്താവ് കൽപ്പിക്കുകയും ചെയ്യും. സിയോൻ വാസസ്ഥലമായി തീരുമ്പോൾ സിയോനിൽ സംഭവിക്കുന്ന കാര്യമാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സിയോനിലെ നിഹിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല ഞാൻ പകരും, ചാരത്തെ പോലും ഞാൻ അലങ്കാര പൂമാലയാക്കി മാറ്റുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. കത്തിച്ചാമ്പലായി പോയ ജീവിതത്തിൻ്റെ ഏത് നല്ല അനുഭവത്തെയും പൂമാല പോലെ മനോഹരമാക്കിയ ചാരത്തിൽ നിന്ന് അതിനെ തിരിച്ചു തരാൻ കർത്താവിനെ കൊണ്ട് കഴിയും. ഈജിപ്ഷ്യൻ ഇതിഹാസങ്ങളിൽ അഗ്നിബാധയേറ്റിട്ടും തൻ്റെ ചാരത്തിൽ നിന്നും പറന്നുയരുന്ന സ്ഫിനിഷ് പക്ഷിയെ പോലെ ജീവിതത്തിൻ്റെ ഏത് ചാരക്കൂമ്പാരത്തിൽ നിന്ന് പിന്നെയും കുതിച്ചുയരുന്ന ഒരു ഭാവി നിന്റെ മേലുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് സ്തുതികളാലാണ്. ദൈവത്തെ നിവാസമായി നിങ്ങളുടെ വീട്ടിൽ വസിക്കുമാറാക്കിക്കൊണ്ടാണ്. ഇനിയും ഒരു കാര്യം ഇത് പറഞ്ഞ ശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയാം, അത് കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും, അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ദൈവവചനം വളരെ ശക്തമായി 118 സങ്കീർത്തനത്തിൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഉണ്ടാകണം. തോറ്റ പിള്ളേരുടെ കരച്ചിലല്ല വീട്ടിൽ കേൾക്കേണ്ടത്. പരീക്ഷ തോറ്റ കുഞ്ഞുങ്ങളുടെ കണ്ണീരല്ല നമ്മുടെ വീട്ടിൽ കേൾക്കേണ്ടത്. പല അറ്റംപ്റ്റ് എഴുതിയിട്ടും തോറ്റ കുഞ്ഞുങ്ങളുടെ കാഴ്ചയും കണ്ണുനീരുമാണ് നിങ്ങളുടെ കണ്ണുകളിലുള്ളതെങ്കിൽ ആ വീട്ടിൽ എന്തോ ഒന്ന് മിസ്സാണ്. ഞാൻ തീർത്തു പറയുന്നു, ഇതല്ല ഒരു ദൈവവൈദ്യൻ്റെ വീട്ടിൽ ഉണ്ടാകേണ്ടത്. ഉല്ലാസമുണ്ടാകണം, ജയത്തിൻ്റെ ഘോഷമുണ്ടാകണം. അന്നന്നത്തെ ജീവിത ക്രമീകരണത്തിന് വേണ്ടി വല്ലാതെ കടന്ന് അലതല്ലി കരയുന്ന കരച്ചിലും വേദനാനിർഭരമായ അനുഭവങ്ങളുമല്ല നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണ്. അടുത്തത്, അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും. ദാവീദിന് ദൈവം മുളപ്പിച്ച കൊമ്പിന്റെ പേരാണ് കർത്താവായ യേശു. ദാവീദ് എന്ന ഇസ്രായേലിന്റെ രാജാവിന്റെ സന്തതി പരമ്പരയിൽ കിളിർത്തു പൊന്തിയ ദൈവത്തിന്റെ കൊമ്പാണ് യേശു. അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം കിളിർത്തു വരും, രൂപപ്പെട്ടു വരും. ഒന്നുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ അങ്ങനെയുള്ള വീട്ടിലുള്ള തലമുറകളിൽ പലതും അതിശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ പകരക്കാരായിട്ട് ആ കുഞ്ഞുങ്ങൾ പ്രയോജനപ്പെടും. ഇത് സ്തുതിയും ആരാധനയാലും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ മാത്രം താമസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രിവിലേജിന്റെ കാര്യമാണ്. അടുത്തത്, എൻ്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഏത് കൂരിരുട്ടത്തും നിന്റെ ദീപം ഒരുത്തിനും കെടുത്തത്തില്ല. ആമേൻ. ഏത് ദാരിദ്ര്യത്തിന്റെ നടുവിലും ഏതില്ലായ്മയുടെ നടുവിലും നിന്റെ വഴി അടയത്തില്ല. ദൈവം ഒരു ദീപം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ചിലത് ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യർ ചിലത് ഒരുക്കും, നമ്മളായിട്ട് ചിലത് ഒരുക്കി വെക്കും. എന്നാൽ ദൈവം ചിലത് നമുക്ക് വേണ്ടി ഒരുക്കി കാത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു ദീപം ഒരുക്കിയിട്ടുണ്ടെന്ന്. ദീപത്തിന്റെ ആവശ്യകത ഇരുട്ടില്ല. ദീപം എന്ന് പറയുന്ന സാധനം ഇരുട്ടിനെ മാറ്റുന്ന ടെക്നോളജിയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിഷക്തന് ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീപം വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു അഭിഷേകമുണ്ട്. അഭിഷേകമാണ് നമ്മളെ അഭിഷക്തരാക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പും ഈ ദൈവകൃപയും പകരപ്പെടുന്നതിൻ്റെ ഭാഗമായി അത് വന്നു കയറുമ്പോൾ ഇനി ഇരുട്ടിൽ വഴി തപ്പേണ്ടതായിട്ട് വരത്തില്ല. ഒരു ദീപം നിങ്ങൾ കാണും. അടുത്ത വാക്ക്, ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും. നിങ്ങളോട് പോരാടുന്ന മനുഷ്യരോടും പിശാചുക്കളോടും പോരടിച്ച് ജീവിതം കളയാൻ നിൽക്കരുത്. അത് തോറ്റ് തല താഴ്ത്തി തരിപ്പണമായി പോകുന്ന കാഴ്ച നിങ്ങൾ കാണും.
ശത്രുക്കൾ ലജ്ജ ധരിക്കും. അടുത്തത്, അവന്റെ തലയിലോ കിരീടം ശോഭിപ്പിക്കും. എൻ്റെ ശത്രുക്കൾക്ക് ലജ്ജയും എൻ്റെ തലയിൽ കിരീടവും. ഇതാ ദൈവത്തിൻ്റെ പരിപാടി. ഇത് വ്യക്തമായി സംഭവിക്കണമെങ്കിൽ ദൈവം തൻ്റെ ഇഷ്ടനിവാസമായി ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ ഈ പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ തിരുവെഴുത്ത് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. പുതുനിയമത്തിൻ്റെ സിയോൻ നിങ്ങൾ ഓരോരുത്തരുമാണ്. ദൈവം വസിക്കുന്ന സാക്ഷാൽ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളിൽ യേശു വസിച്ചാൽ, നമ്മളിൽ ഈ ദൈവാധിവാസം സംഭവിച്ചാൽ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് നടക്കും. സ്നേഹം നിറഞ്ഞവരെ, ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഭൂമിയിലുണ്ട്, ശരിക്കും ഉണ്ട്. രോഗശാന്തിയുടെ ജീവിതം ഭൂമിയിലുണ്ട്. വിജയത്തിൽ നിന്ന് വിജയത്തിലൂടെ കയറുന്ന ജീവിതമുണ്ട്. അതപ്പതിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ച് തത്തി ഒട്ടി പോകുന്ന ആ ഒരു ലൈഫും ഉണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന സംഭവം വേറൊന്നാം. നിങ്ങൾക്കിതിനെ തള്ളാം, കൊള്ളാം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇന്നത്തെ ഈ ദൈവാലോചന എനിക്കിങ്ങനെ ഒന്ന് ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ സന്തതി പരമ്പരകളെയും കൂടെ ഇതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ച് കർത്താവിൻ്റെ കൈകളിൽ ഇത് ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, വാർദ്ധക്യകാലത്തെത്തി ഈ വചനം കേട്ടുകൊണ്ട് വിഷമിക്കുന്ന കുറച്ച് മനുഷ്യരെ എനിക്കറിയാം. ഞങ്ങൾക്കിതൊന്നും നേരത്തെ കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. സങ്കടപ്പെടണ്ട, ഈ നിമിഷത്തിലായാലും നിങ്ങൾക്കിത് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ജീവിച്ചിരിക്കുന്ന നല്ല ജീവിത കാലഘട്ടത്തിൻ്റെ സമയാനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുമ്പോൾ, അത് കൗമാരമായിരിക്കാം, യൗവനകാലമായിരിക്കാം, മധ്യവയസ്ക അനുഭവങ്ങളായിരിക്കാം, ആ സമയത്ത് ഈ കാര്യത്തിന് വേണ്ടി ജീവിതം ഒന്ന് വെച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതം നന്മകൾ കൊണ്ട് തിങ്ങി നിറയും. ഒന്നിനും മുട്ടില്ലാതെ, ഒന്നിലും കുറവില്ലാതെ, ഐശ്വര്യത്തോടും ജയത്തോടും ദൈവം നിങ്ങളെ കൊണ്ട് നടത്തും. ഇത് എനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2024 ഈ ആദ്യത്തെ ആഴ്ചയിൽ ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ പുറകിൽ നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും ആത്യന്തികമായി അനുഗ്രഹിച്ച് വിപുലീകരിക്കുക എന്ന കർത്താവിൻ്റെ ഉത്തമ പദ്ധതി ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ വലിയ ദൈവകൃപയോടുകൂടെ പറയട്ടെ, ഇന്ന് മാറും നാളെ മാറുമെന്നും പറഞ്ഞ് പല പ്രശ്നങ്ങളും ചുമന്നുകൊണ്ട് പലയിടത്തും പ്രാർത്ഥനയ്ക്ക് ഓടിയിട്ടും എങ്ങുമെങ്ങും പരിഹാരം കിട്ടാതെ വലഞ്ഞാണ് ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ മാറ്റം വരുത്തപ്പെടേണ്ടത് സ്വന്തം ശരീരത്തിലും സ്വന്തം വീട്ടിലുമാണ് എന്ന് ഒന്നും മനസ്സിലാക്കിയാൽ എത്ര നന്നായേനെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ ഒരുത്തരും നമ്മുടെ മേൽ കാണിക്കുന്ന ഔദാര്യമല്ല, അത് ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ച് നൽകുന്ന ശ്രേഷ്ഠമേറിയ ഒരു അവകാശം തന്നെയാണ്. അത് കിട്ടിയാൽ പിന്നെ നീ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ഇത് നിങ്ങൾക്ക് വരില്ലെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതിന് വിപരീതമായി സംസാരിക്കുന്നവർ, നിങ്ങളെന്നും ഈ ഗതികെട്ട ജീവിതം ജീവിക്കുന്നത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിന് വിപരീതമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അത്തരം വാക്കുകളെ ഒഴിവാക്കൂ. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ സമൂലമായ ഈ മാറ്റം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടെ വിശുദ്ധ ബൈബിൾ തുറന്നൊരു വേദപുസ്തകവും അതിനെ വലിയ വിശ്വാസത്തോടെ സമീപിക്കാനുള്ള ഒരു തുറന്ന ഹൃദയവുമായി കർത്താവിന് മുമ്പിലേക്ക് ചെല്ലൂ. നിങ്ങളുടെ പാനപാത്രങ്ങളെ എൻ്റെ യേശു നിറയ്ക്കും. എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, വൻ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു നിങ്ങൾ കാണും. കാരണം എൻ്റെ ദൈവം അതിശയ പ്രവൃത്തികളുടെ ദൈവമാണ്. ഒരു മനുഷ്യൻ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായി നിന്നാൽ ആ മൊമെന്റ് മുതൽ ആ വ്യക്തിയെ എടുത്ത് അത്ഭുതമാക്കാൻ വേണ്ടി വെമ്പല് കൊണ്ട് നിൽക്കിയ ദൈവം. ഒരുപാട് പേർ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടും യേശുവിലേക്ക് വന്നിട്ടും പ്രാർത്ഥനകളിൽ പങ്കുചേർന്നിട്ടും ഇന്നും തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ പരിപൂർണമായിട്ടും അവർ കൊടുത്തിട്ടില്ല. കുറച്ചുപിടി തങ്ങളുടെ കയ്യിലും കുറച്ചുപിടി ദൈവത്തിനും എന്ന നിലയിൽ അവരിങ്ങനെ തങ്ങളുടെ തന്നെ ലൈഫിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മതം നിയന്ത്രിക്കാത്ത, മറ്റു വ്യക്തികൾ നിയന്ത്രിക്കാതെ പരിപൂർണമായും ദൈവനിയന്ത്രിതമായ ഒരു ജീവിതത്തിനായി നിങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കായി നിങ്ങളെ ഒന്ന് കൊടുത്താൽ ഈ വർഷം തീരാൻ
ഇനിയും 10-12 മാസം മാത്രമേ ഉള്ളൂ. അതിനോടകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ 12 കൊട്ടകളും നിറഞ്ഞിരിക്കും. ഈ വർഷം വെറുതെ വന്നിരിക്കുന്നതല്ല. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് നിങ്ങൾക്ക് ഇതിനെ ഒരുക്കി തന്നിരിക്കുന്നത് സമൂലമായൊരു അത്ഭുത പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഈ വർഷത്തിന്റെ അവസാനം വരെ കാത്തിരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ ആരംഭത്തിൽ പറയുന്നത് വേഗത്തിൽ ഈ കാര്യം തനിക്ക് നിർവഹിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും ഏറെ കാലം കേട്ടിരിക്കാതെ ഇറങ്ങി പ്രവർത്തിക്കത്തക്ക രീതിയിൽ നിങ്ങളെ ഒന്ന് സജ്ജമാക്കി എടുക്കുക എന്നതാണ് ഇന്നത്തെ ദൂതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. യെസ്, ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സന്നദ്ധനായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ വിപുലീകരിക്കപ്പെട്ടൊരു ജന്മമായി നിങ്ങളുടെ ജീവിതം തീരാൻ നിങ്ങളെ തന്നെ കൊടുക്കുക. ഇന്ന് പോകുന്ന വഴികളിൽ വലിയ പ്രതീക്ഷയോടെ സമ്പത്തിൻ്റെയും വലിയ ഉയർച്ചയുടെയും അവസരങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങളിപ്പോൾ ഒരു ചെറിയ ജോലി ചെയ്ത് ഒരു ചെറിയ സ്ഥാപനത്തിൽ ഒരു ചെറിയ നിലയിൽ തുടരുന്ന ആളാണെങ്കിൽ വലുതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണം. വാടകയ്ക്ക് ഒരു വീട്ടിൽ കിടക്കുന്ന ആളാണെങ്കിൽ സ്വന്തമായൊരു ഭവനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു മനുഷ്യൻ മിനിസ്ട്രിക്ക് കുറച്ച് പൈസ അയച്ചു. എന്നിട്ട് എന്നെ വിളിച്ച് വൈകുന്നേരം പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന് ഞാൻ പണം അയച്ചതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം വീടില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞു, വീടില്ല എങ്കിൽ വീടിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങളൊരു പ്ലാൻ വരപ്പിക്കണമെന്ന്. ഞാൻ പ്ലാൻ വരയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായി വരാൻ തുടങ്ങി. അന്നേരം എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനുവേണ്ടി ചില ചുവടുകൾ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനാണെങ്കിൽ എന്നോട് ഈ വാക്ക് പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ച ദൈവദാസന് സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് ഞാൻ അയക്കുന്ന സീഡാണ് ഇതെന്ന് പറഞ്ഞാണ് ആ മനുഷ്യനെ പണം അയച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തുടരാം, മാറ്റങ്ങളെ സൃഷ്ടിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. സിയോനെ തൻ്റെ വാസസ്ഥലമാക്കി ഇച്ഛിച്ചിരിക്കുന്ന ദൈവം ഇനി വസിപ്പാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ആത്മാവിൽ കൊടുക്കാവോ? രാജകീയമായിട്ട് മാറും ലൈഫ്, രാജകീയമായിട്ട് മാറും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഒരു വ്യക്തി ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം തിരിച്ചവനെ രാജകീയമായിട്ട് പരിഗണിക്കും. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഒരു മനുഷ്യൻ ആദരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ആദരിക്കുന്നവനെ ദൈവം തിരിച്ച് രാജകീയമായിട്ട് ആദരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്ക്. ഇന്നത്തെ ദൈവാലോചന ഒരു വലിയ കാര്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന ഒരു സ്വർഗീയമായ ഇൻഫോർമേഷനാണ്. ഇതിനെ അനുഷ്ഠിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഗ്ലോറി ടു ജീസസ്. ശബൽ പ്രതിനിധികൾ അങ്ങയുടെ മക്കളുടെ ലൈഫിൽ ഇന്ന് വരെ ഇവർ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ വലിയ ഉയർച്ച, ഫിനാൻഷ്യലി, സ്പിരിച്വലി, കർത്താവെ, ഫിസിക്കലി, കുടുംബപരമായി, ഇവരുടെ ജോലി സ്ഥലത്തുള്ള ബന്ധങ്ങൾ, ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ്, ഇങ്ങനെ ഇവരുടെ മാനുഷിക ബന്ധങ്ങളെയും ജീവിത മേഖലകളെയും ഒരുപോലെ സമ്പന്നവും ശ്രേഷ്ഠവുമാക്കി ഇവരെ മറ്റുള്ളവരുടെ കൺമുമ്പിൽ വ്യത്യസ്തമായ ദൈവം വളർത്തി വലുതാക്കി എന്നുള്ള സാക്ഷ്യം ഇവർ പ്രാപിക്കത്തക്ക നിലയിൽ അങ്ങ് ഇവരെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സർവ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഒന്നുകൂടെ ഈ മെസ്സേജ് കേൾക്കണേ. ഇനി എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്.
ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ് ഈ ഞായറാഴ്ച 7-ാം തീയതി, ജനുവരി 7-ാം തീയതിയിലെ ആരാധന നടക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് നടക്കാറുള്ളത്. ഈ ഞായറാഴ്ച മാത്രം 7-ാം തീയതി കോട്ടയം ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ്, ബൈബിൾ സൊസൈറ്റിയുടെ നേരെ സമീപത്തുള്ള ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ആത്മികാരാധന നടക്കുന്നത്. നിങ്ങളെ ക്ഷണിക്കുന്നു. കൂടാതെ 13-ാം തീയതി പെരുമ്പാവൂർ YMCA ഹാളിൽ നമ്മളുടെ സാൽവേഷൻ ഫെസ്റ്റ് പ്രോഫറ്റിക്കൽ കോൺഫറൻസ് നടക്കുകയാണ്. നിങ്ങൾ വരണം. ഒരുമിച്ച് ദൈവകൃപ അനുഭവിക്കാൻ, വലിയ ദൈവശക്തി പ്രാപിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.